ഓരോരുത്തരും എല്ലാവർക്കും വേണ്ടി, എല്ലാവരും ഓരോരുത്തർക്കും വേണ്ടി. അത്തരത്തിലുള്ള കൂട്ടായ്മ, സാമൂഹ്യ ബന്ധം വേണം. അപ്പോൾ ഈ പ്രകൃതിയെ സ്നേഹിക്കേണ്ടത് ആർക്ക് വേണ്ടിയാ? നമുക്കും നമ്മുടെ അനന്തര തലമുറക്കും വേണ്ടിയാ. ഒരു പ്ലാസ്റ്റിക് കുപ്പി റോഡിൽ വലിച്ചെറിയുമ്പോൾ അപ്പ പിടിക്കണം ചെവി. ആ പ്ലാസ്റ്റിക് കുപ്പി ആ മണ്ണിൽ പ്ലാസ്റ്റിക് മരിക്കില്ല, പക്ഷെ പ്ലാസ്റ്റിക് കൊണ്ട് മണ്ണ് മരിക്കും എന്നവനെ പഠിപ്പിക്കണ്ടേ? പ്ലാസ്റ്റിക് ഒരിക്കലും മരിക്കില്ല, പ്ലാസ്റ്റിക് കൊണ്ട് മണ്ണ് മരിക്കും. അത് തോട്ടിലെറിയുമ്പോൾ ആ വെള്ളം ഒഴുകി കടലിൽ പോയിട്ട് ആ കടലിൽ നിന്ന് പകുതി മാത്രമല്ലേ വെള്ളത്തിൽ മുങ്ങൂ, ബാക്കി സൂര്യന്റെ പ്രകാശം കൊണ്ട് ചൂടായിട്ട് പൊടിഞ്ഞിട്ട് കടലിലടിയുകയും ആ കടലിലുള്ള മത്സ്യത്തിന്റെ വയറ്റിൽ പോവുകയും അത് നമ്മുടെ വീട്ടിലെത്തുകയും നമുക്ക് തന്നെ ക്യാൻസറായി മാറുകയും ചെയ്യും എന്ന് അവനെ പഠിപ്പിക്കണം. എക്കോ കോഷ്യന്റ് വേണം. അപ്പോൾ 7 കോഷ്യന്റ്: IQ ഇന്റലിജൻസ് കോഷ്യന്റ്, EQ ഇമോഷണൽ കോഷ്യന്റ്, PQ പാഷണൽ കോഷ്യന്റ്, SQ സ്പിരിച്വൽ ക്വഷ്യന്റ്, DQ ഡൈവേഴ്സിറ്റി ക്വഷ്യന്റ്, SQ സോഷ്യോ ക്വഷ്യന്റ്, EQ എക്കോ ക്വഷ്യന്റ്. ഈ 7 ക്വഷ്യന്റുകൾ നമ്മുടെ കുട്ടികളിൽ ഉണ്ടാക്കിയെടുക്കാൻ മാഷന്മാർക്ക് മാത്രം കഴിയില്ല. കാരണം അവരെ മുമ്പിൽ 6 മണിക്കൂറാ കുട്ടിയെ കിട്ടുന്ന, ബാക്കി 18 മണിക്കൂറും കുട്ടി നിങ്ങളുടെ വീട്ടിലാണ്. അവിടുന്ന് നിങ്ങളുടെ വാക്ക്, നോക്ക്, നടപ്പ്, എടുപ്പ്, ശബ്ദം, അതൊക്കെ പ്രധാന. കുട്ടി നിങ്ങളുടെ ശബ്ദത്തെ നാദമാക്കൂ, നിങ്ങളുടെ വീട്ടിൽ സ്വൈര്യമുണ്ടാകും. ഒഴുകുന്ന പുഴയിൽ മുറിച്ചപ്പുറം കടക്കാൻ പുഴയെ നേരെ മുറിച്ച് നീന്തരുത്, പുഴയോടൊത്തൊഴുകണം കുറച്ചു നേരം. അങ്ങനെ പുഴയോടൊത്തൊഴുകാൻ നമ്മുടെ ഓരോ കുട്ടിയും അത്ഭുത പ്രതിഭാസങ്ങളാണ്. ആ പ്രതിഭാസങ്ങളെ അത്ഭുതത്തോടെ നോക്കിക്കാണുക, അവൻ്റെ കണ്ണുകളിൽ നോക്കുക. അവരെല്ലാം ഈ മൊബൈൽ ഫോണിൽ, അവരെ ഇനി ഇതിൽ നിന്ന് മോചിപ്പിക്കാൻ പറ്റുമോ? അവരതിൻ്റെ അടിമകളായിപ്പോയി. അവരെ അതിൽ നിന്ന് മോചിപ്പിക്കാൻ എളുപ്പമല്ല. മൊബൈൽ ഫോൺ തരൂല, പോയി ഓനാകെ ഡിസ്പിരിയാവും. അതുകൊണ്ട് എന്ത് വേണം? മൊബൈൽ ഫോണിന് വേണ്ടിയല്ല നിന്റെ ജീവിതം, നിനക്ക് വേണ്ടിയാണ് മൊബൈൽ ഫോൺ എന്ന് അവനോട് പറയണം. അതിനു വേണ്ടി എന്താ? നിങ്ങൾ ഒരു ഭാഗത്ത് അച്ഛൻ ഇരുന്നിട്ട് ഒരു ഭാഗത്ത് അമ്മ നോക്കുന്നു, അപ്പോൾ പിന്നെ മക്കളും നോക്കൂ. അതിലും നിങ്ങളെല്ലാവരും കൂടി മക്കളുടെ മൊബൈൽ ഫോണിൽ രസകരമായത് കാണാൻ അല്പനേരം ഇരിക്കുക. മൊബൈൽ ഫോണിൻ്റെ അടുത്ത് അച്ഛനും അമ്മയും മക്കളും ഒരുമിച്ചിരിക്കുക. അതിനൊരു സമയം നിശ്ചയിക്കുക. തരില്ല എന്നല്ല പറയേണ്ടത്, ഈ സമയത്ത് മൊബൈൽ ഫോൺ ഉപയോഗിക്കണം. അതിന് നിങ്ങൾ സമയം കണ്ടെത്തണം. അങ്ങനെ ഇരുന്ന് ആ സമയം കഴിഞ്ഞാൽ ഇതാ സമയം കഴിഞ്ഞു, ഇനി നമുക്ക് ഇത് സൂക്ഷിച്ചിക്കണം എന്ന് പറയാം. നിങ്ങളുടെ വീട്ടിൽ അച്ഛനും അമ്മയും ഉറങ്ങുന്നതിന് മുമ്പ് എല്ലാ ഇലക്ട്രോണിക് ഉപകരണങ്ങളും ഉറങ്ങിയെന്ന് ഉറപ്പ് വരുത്തുക. എല്ലാ ഇലക്ട്രോണിക് ഉപകരണങ്ങളും ഉറങ്ങണം.